വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മേഘങ്ങളെക്കുറിച്ച് പഠിക്കാം. ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്ന് പറയുന്നു. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. മേഘങ്ങളിലെ ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. മേഘങ്ങളെ ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. മേഘങ്ങളെ ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തെ മേഘമാണ് സിറസ് മേഘങ്ങൾ. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നു. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നു. നേർത്ത തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്നു. സിറസ് മേഘങ്ങൾ നേർത്ത തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്നു. എപ്പോഴും വെളുപ്പ് നിറമായിരിക്കും സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ: 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നു. നേർത്ത തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്നു. എപ്പോഴും വെളുപ്പ് നിറമായിരിക്കും. അതാണ് സിറസ് മേഘങ്ങൾ. അടുത്തത് ക്യൂമുലസ് മേഘങ്ങൾ. കാഴ്ചയിൽ ക്യൂമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ തോന്നും. പഞ്ഞിക്കെട്ട് പോലെ തോന്നുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്നു. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്നു. പരന്ന അടിഭാഗത്തോടുകൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ ഈ മേഘങ്ങൾ കാണപ്പെടുന്നു. പരന്ന അടിഭാഗത്തോടുകൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ ഈ മേഘങ്ങൾ കാണപ്പെടുന്നു. അടുത്ത മേഘമാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുക്കുകളായി കാണപ്പെടുന്നു. താപനഷ്ടം മൂലമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുസഞ്ചയങ്ങളുടെ സങ്കലനം മൂലമാണ് ഇവ രൂപപ്പെടുന്നത്. അടുത്തത് നിംബസ് മേഘങ്ങൾ. കറുപ്പ് ഇരുണ്ട ചാരനിറം. നിംബസ് മേഘങ്ങളുടെ ചാരനിറമായിരിക്കും. സാന്ദ്രത കൂടിയ മേഘങ്ങൾ അതുകൊണ്ട് സൂര്യപ്രകാശം കടത്തിവിടുന്നില്ല. ചിലപ്പോൾ ഭൗമോപരിതലം സ്പർശിക്കുന്ന വിധം വളരെ താഴെയായി കാണപ്പെടുന്നു. പ്രത്യേക ആകൃതിയൊന്നുമില്ലാത്ത കണികകളുടെ കൂമ്പാരമാണ് ഈ മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ. ഈ മേഘങ്ങളെ കുറിച്ച് പഠിക്കാം. നിംബോസ്റ്റാറ്റസ് മഴമേഘം, ക്യുമുലോ നിംബസ് ഇടിമേഘം, ഫോഗ് ഉണ്ടാക്കും സ്ട്രാറ്റസ്, പഞ്ഞിക്കെട്ട് ക്യുമുലസ്, ചെമ്പരിയാട് ക്യുമുലസ്, തൂവൽ ചൂല് സിറസ്. മഴമേഘം. നിംബോസ്റ്റാറ്റസ് ആണ് മഴമേഘം. ഇടിമേഘം ഏത് മേഘാന്ന് ചോദിച്ചാൽ ക്യുമുലോ നിംബസ് ആണ് ഇടിമേഘം. ഫോഗ് ഉണ്ടാകുന്ന മേഘം സ്ട്രാറ്റസ്. പഞ്ഞിക്കെട്ട് ക്യുമുലസ്. ചെമ്മരിയാട് ക്യുമുലസ്. തൂവൽ പോലെയുള്ള മേഘമാണ് സിറസ്. നിംബോസ്റ്റാറ്റസ് മഴമേഘം, ക്യുമുലോ നിംബസ് ഇടിമേഘം, ഫോഗ് ഉണ്ടാക്കും സ്ട്രാറ്റസ്, പഞ്ഞിക്കെട്ട് ക്യുമുലസ്, ചെമ്മരിയാട് ക്യുമുലസ്, തൂവൽ ചൂല് സിറസ്. മഴമേഘം ഉണ്ടാക്കുന്ന മേഘമാണ് നിംബോസ്റ്റാറ്റസ്. ഇടിമേഘം ഉണ്ടാക്കുന്നതാണ് ക്യുമുലോ നിംബസ്. ഫോഗ് ഉണ്ടാക്കുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ട് പോലെയാണ് ക്യുമുലസ്. ചെമ്മരിയാട് പോലെയാണ് ക്യുമുലസ്. തൂവൽ കെട്ട് പോലെയുള്ള മേഘങ്ങളാണ് സിറസ്. ഒന്നും കൂടി നോക്കാം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. മേഘങ്ങളെ ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. സിറസ് മേഘങ്ങൾ നേർത്ത തൂവൽക്കെട്ട് പോലെയാണ്. തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്നു. എപ്പോഴും വെളുപ്പ് നിറമായിരിക്കും. ക്യുമുലസ് മേഘങ്ങൾ. ഈ ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ തോന്നും. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്നു. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ ഈ മേഘങ്ങൾ കാണപ്പെടുന്നു.
അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ. അത് അടുക്കുകളായി കാണപ്പെടുന്നു. താപനഷ്ടം മൂലമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുസഞ്ചയങ്ങളുടെ സങ്കലന മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത്. നിംബസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ അടുക്കുകളായി കാണപ്പെടുന്നു. താപനഷ്ടം മൂലം വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുസഞ്ചയങ്ങളുടെ സങ്കലനം മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത്. നിംബസ് മേഘങ്ങൾ കറുപ്പ് ഇരുണ്ട ചാരനിറം. സാന്ദ്രത കൂടിയ മേഘങ്ങൾ കറുപ്പ് ഇരുണ്ട ചാരനിറമാണ് നിംബസ് മേഘങ്ങൾ. സാന്ദ്രത കൂടിയ മേഘങ്ങൾ സൂര്യപ്രകാശം കടത്തിവിടുന്നില്ല. ചിലപ്പോൾ ഭൗമോപരിതലം സ്പർശിക്കുന്ന വിധം വളരെ താഴെയായി കാണപ്പെടുന്നു. പ്രത്യേക ആകൃതിയൊന്നുമില്ലാത്ത കണികകളുടെ കൂമ്പാരമാണ് ഈ മേഘങ്ങൾ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.